ട്രംപ് മോഡി ബന്ധം ശക്തമാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഒരു ടാരിഫും ഇല്ലാത്തത്. ഇനി ചൈനയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്ന 10% ടാരിഫ്, നേരത്തെ ട്രംപ് വന്നപ്പോൾ 10 മുതൽ 15-20% വരെ പല ഐറ്റംസിനും ടാരിഫ് ഏർപ്പെടുത്തിയതാണ് ട്രംപ്. അതോടുകൂടി അവരുടെ ട്രേഡ് എന്ന് പറയുന്ന 10 മുതൽ 12% വരെ ചൈനീസ് ട്രേഡ് താഴോട്ട് പോയി. യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ സംഭവം. അമേരിക്കയിൽ ഇൻഫ്ലേഷൻ ഉണ്ടായി, യാഥാർത്ഥ്യമാണ്. പിന്നീട് മനസ്സിലാക്കുക, കാനഡയ്ക്കെതിരെയും മെക്സിക്കോക്കെതിരെ 25% അടിച്ചിട്ടുണ്ട്, അതായത് ടാരിഫ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ ടാരിഫ് 10% ചൈനയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നേരത്തെ 10, 15 ചിലപ്പോൾ എല്ലാം കൂടി ഇപ്പം 25% മുകളിൽ ചൈനയ്ക്ക് മുകളിൽ ടാരിഫാണ്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റും, ഇതെങ്ങനെയാണ് ഇനി ഇന്ത്യയിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്.